Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു തോരന്റെ കോമ്പിനേഷൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവോളയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇന്ന് എൻ്റെ കയ്യിൽ ചുവന്നുള്ളി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ സവോള ചേർക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 7-8 ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കാം. എരിവിനായിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ക്രഷ് ചെയ്തെടുത്ത ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എരിവിനായിട്ട് പച്ചമുളകോ മുളക് പൊടിയോ ചേർക്കരുത്. അതൊക്കെ ചേർക്കുകയാണെങ്കിൽ പിന്നെ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവ് ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. തോരനാവുമ്പം കൂടുതൽ ചേർത്താൽ കൂടുതൽ രുചിയായിരിക്കും. ഈ തേങ്ങ അങ്ങനെ വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പച്ചക്കറികളെല്ലാം ചേർത്ത് തുടങ്ങാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരു കെട്ട് അച്ചിങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം വളരെ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പം അച്ചിങ്ങ ഇത്രയും ചെറുതാക്കി അരിയുമ്പോഴായിരിക്കും കൂടുതൽ രുചി ഉണ്ടാവുക. അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഗ്രേറ്ററിൽ കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനെ വളരെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് വേകാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്രഞ്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഇല്ലാണ്ട് ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക രുചിയാണ്. സദ്യയ്ക്കൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഇലയിൽ വിളമ്പുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.